ചേട്ടാ, ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം തോറ്റൊരു മന്ത്രിയുണ്ട്, ഒരു ആരോഗ്യമന്ത്രി, മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇപ്പോൾ വീണ ജോർജിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വീണ ജോർജിൻ്റെ ഒരു കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന് ശേഷം അയ്യോ അമ്മേ വയ്യേ, അയ്യോ അമ്മേ വയ്യേ എന്ന് പറഞ്ഞ് അതായത് എല്ലാം കഴിഞ്ഞ് വളരെ ഉഷാറോടെ വന്ന് മാധ്യമങ്ങൾ ബൈറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അയ്യോ അമ്മ വയ്യ എന്ന് പറഞ്ഞ് പോകുന്ന ആരോഗ്യമന്ത്രിയെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് അതിനകത്തുണ്ടായിരുന്ന ഗുരുതര വകുപ്പുകൾ, അതായത് ഇവർക്കെതിരെ മാരക വകുപ്പുകളായിരുന്നു. വലിയ ആയുധം കൊണ്ട് ഉപദ്രവിച്ചു, കഴുത്തിനടിച്ചു, തലയ്ക്കടിച്ചു എന്നുള്ള വലിയ ആരോപണങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതെല്ലാം തള്ളിക്കൊണ്ട് പോലീസ് കൊടുത്തുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഗുരുതര വകുപ്പുകളെല്ലാം എടുത്തു കളഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ഈ കണ്ണൂരിൽ മാത്രമല്ല, കാരണം വീണ ജോർജ് ആരോഗ്യ സംവിധാനത്തിന്റെ വീഴ്ചയുടെ പേരിൽ കേരളത്തിൽ മുഴുവൻ വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു പ്രതിഷേധത്തിന്റെ നടന്നു. ആ പ്രതിഷേധത്തിന്റെ ഭാഗം തന്നെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത്. കാരണം തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടി മന്ത്രി വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. അന്നേരം അവിടെ രണ്ട് KS യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി വന്ന് മന്ത്രിക്ക് നേരെ പ്രതിഷേധിക്കുന്നു. മന്ത്രി അവരോട് കയർക്കുന്നു, പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കുന്നു, ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഇതിന്റെ എല്ലാം ദൃശ്യങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഒരിടത്ത് പോലും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് കുട്ടികളുടെ കയ്യിൽ ഒരു ആയുധമോ ഒരു കമ്പോ വടിയോ ഒന്നുമില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കരിങ്കൊടി മാത്രമാണ്. ഈ പ്രതിഷേധത്തിന് ശേഷം ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂന്നാം പ്ലാറ്റ്ഫോമിലേക്ക് വന്ദേ ഭാരതിലേക്ക് കയറാൻ വേണ്ടി മന്ത്രി പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അവിടെ വെച്ച് സ്പീക്കറെ കാണുന്നു. അവിടെ അന്നത്തെ സ്പീക്കറായിരുന്ന ഷംസീറും മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. അത് ഉടനെ തന്നെ മന്ത്രിക്ക് ആരോഗ്യ പ്രശ്നം വരുന്നു. നേരെ മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു, ICUയിലേക്ക് മാറ്റുന്നു. ഡോക്ടർമാരുടെ ഒരു സംഘം പരിശോധിക്കുന്നു, മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുന്നു. മന്ത്രിയുടെ കഴുത്തിന് ഗുരുതര പരിക്കുണ്ട് എന്നെല്ലാം മെഡിക്കൽ ബുള്ളറ്റിനെ ഇറക്കുന്നു. ഇതാണ് അന്ന് അവിടെ നടന്ന ആ ഒരു സംഭവം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ മെഡിക്കൽ ബുള്ളറ്റിൽ ഗുരുതര പരിക്ക്, ICUയിൽ ഇരുന്ന മന്ത്രി അവിടുത്തെ സിസ്റ്റർമാരോട് എടുത്ത സെൽഫി പുറത്തു വന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ കാറിൽ കണ്ണൂരെന്ന് പത്തനംതിട്ട വരെ കാറിൽ ഓടി സ്വന്തം വീട്ടിലും എത്തി. കാരണം അത് അത്ര ഗുരുതരമായി പരിക്കേറ്റ മന്ത്രിയായിരുന്നു. ആ മന്ത്രി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്. അതിനുശേഷം ഈ കേസ് എങ്ങനെയാണ് അട്ടിമറിക്കുക, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ ഒരു സാധാരണ കരിങ്കൊടി, ജനാധിപത്യപരമായി ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയ രണ്ട് കുട്ടികളെ കുരുക്കാൻ, അല്ലെങ്കിൽ ഒരു ഗൗരവമായ വകുപ്പുകൾ ചുമത്തി ജയിലിൽ ഇടാൻ നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യം ഗൺമാൻ കൊടുത്ത മൊഴി, മന്ത്രിയുടെ ഗൺമാനാണ് മന്ത്രിക്ക് നേരെ സുരക്ഷ അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുന്നു. ഗൺമാൻ ആദ്യം കൊടുത്ത മൊഴി എന്ന് പറയുന്നത് പ്രതിഷേധിച്ചു, കരിങ്കൊടി പ്രതിഷേധം, അതുപോലെ തന്നെ ശാരീരികമായ ആക്രമണത്തെക്കുറിച്ച് ഒന്നുമില്ലാത്തൊരു മൊഴിയാണ് കൊടുത്തിരുന്നത്. ആ മൊഴിക്ക് ശേഷമാണ്, ആ മൊഴി അനുസരിച്ച് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്ത്. ഇപ്പൊ വീണ ജോർജിന്റെ ബന്ധു തന്നെ പറഞ്ഞ് ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. വാർത്താ മാധ്യമങ്ങളിലെല്ലാം വന്ന ഒരു വാർത്തയായിരുന്നു. അതായത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി ഇടപെട്ട് ഗൺമാന്റെ മൊഴി തിരുത്തി ഗൺമാനെ കൊണ്ട് ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന മൊഴി കൊടുപ്പിച്ച് അതിന്റെ പേരിലാണ് ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അതേ സമാനമായ രീതിയിലായിരുന്നു കോടതി ഈ രണ്ട് കുട്ടികൾക്കും ജാമ്യം അനുവദിച്ചുകൊണ്ട് നൽകിയ വിധി പ്രതിഷേധിച്ചവർക്ക് ജാമ്യം അനുവദിച്ച വിധിയിൽ എന്താണ് കോടതി പറഞ്ഞത്? നിങ്ങൾ പറയുന്നു ആക്രമിച്ചു, ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറയുന്നു. ആ ആയുധം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ദൃശ്യങ്ങളിൽ ഒരിടത്തും ആയുധം ഉപയോഗിക്കുന്നതില്ല. ഈ മന്ത്രിയുടെ അടുത്തു പോലും ഈ പ്രതിഷേധിച്ചവർ എത്തുന്നത് കാണാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്കെതിരെ ഈ വകുപ്പുകളെല്ലാം ചുമത്തും എന്ന് പറഞ്ഞാണ് ഈ പ്രതികളായ രണ്ട് കുട്ടികൾക്കും ജാമ്യം കൊടുത്ത് പുറത്തുവിട്ടത്. ആ സമയത്തും ഈ കേസ് നടക്കുന്നു, ഇവർ ജാമ്യം എടുത്ത് പുറത്തു വരുന്നു. അതിനു മുമ്പാണ് ഇതിലൊരു പ്രതിയായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ ബോംബെറിയുന്നത് വരെ ഉണ്ടായി. ഈ വിഷയം CPM എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് കൂടി നോക്കൂ. കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകളിലെല്ലാം വ്യാപകമായ രീതിയിൽ ആ സമയത്ത് അക്രമം നടന്നു. തെരുവിലിറങ്ങി വനിതാ മന്ത്രിയെ ആക്രമിച്ചു. തീക്കൊള്ളി കൊണ്ടാണ് കളിക്കുന്നത്. ഈ വനിതാ മന്ത്രിയെ ആക്രമിച്ചു, വനിതകൾക്ക് സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് സംസ്ഥാന വ്യാപകമായി ഈ വിഷയം ഉന്നയിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് നടത്തിയത്. DYFI ഒക്കെ നടത്തിയ പ്രസ്ഥാനം നമുക്കറിയാം. തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണ്, നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നീട് അവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ മുഴുവൻ ഫോട്ടോയും ഡീറ്റെയിൽസും ഇട്ടിട്ട് ഇവനെ നോക്കി വെച്ചോ,
ഈ ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ, നമുക്ക് ഇവനെ കൈകാര്യം ചെയ്യണമെന്നുള്ള രീതിയിൽ ഓരോ പോസ്റ്റുകളും, അതായത് അവരുടെ വീട്ടുകാരെ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ പോയേക്കാം. കരിങ്കൊടി കാണിക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ രാഷ്ട്രം രൂപീകരിക്കുന്ന കാലം തൊട്ട് സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. കരിങ്കൊടി പ്രതിഷേധമൊക്കെ നോർമലായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പക്ഷേ ഒരു കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ആ ചെറുപ്പക്കാരെ കൊന്നു കളയണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു പാർട്ടി അത് CPM മാത്രമല്ല. അല്ല, കാരണം അത് അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഭയപ്പെടുത്തുക, പ്രതിഷേധക്കാരെ ഭയപ്പെടുത്തുക, എതിരഭിപ്രായങ്ങളെ ചവിട്ടി മെതിക്കുക. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പ്രചരണങ്ങളെല്ലാം നടക്കുന്നത്. അവർ രണ്ടുപേരും എന്താ, കേരളത്തിലെ ആരോഗ്യ സംവിധാനം അത്ര മോശമായിരുന്ന അവസ്ഥ, ഒരു ചികിത്സയ്ക്ക് വന്ന കുട്ടിയുടെ കൈ മുറിച്ചു കളയുക, കൈ ഒടിഞ്ഞു വന്ന കുട്ടിയുടെ കൈ മുറിച്ചു കളയേണ്ട അവസ്ഥയിലേക്കാണ് പോയത്. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്താൻ ഇവിടെ ഉപകരണങ്ങളില്ല എന്ന് പറയുന്ന ഒരു ഡോക്ടർ വന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ജനാധിപത്യപരമായല്ലേ പ്രതിഷേധിക്കേണ്ടത്? ജനാധിപത്യമായി പ്രതിഷേധിക്കേണ്ടതും പ്രതിപക്ഷം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഒരു കേരളമാണ്, ഒരു സമൂഹമാണ് കേരളം. അപ്പൊ അവിടെ വന്ന് ജനാധിപത്യപരമായി പ്രതിഷേധിച്ചതിന്റെ പേരിൽ ആ കുട്ടികളെ അല്ലെങ്കിൽ ആ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ എങ്ങനെ ഒതുക്കാം, അവർക്കുണ്ടാകുന്ന അനുഭവം വെച്ച് ഇനി ആരും ഒരു പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങരുത് എന്നുള്ള ഒറ്റ ലക്ഷ്യം നടപ്പിലാക്കാനാണ് ഈ പ്രചരണം എല്ലാം നടന്നത്. ഈ കേസ് നോക്കൂ, ആ സമയത്ത് ഇവർ ജയിലിൽ കിടക്കുന്നുണ്ട്, അത് ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം അന്വേഷണം നടക്കുന്നു. ആയുധങ്ങളൊന്നും കണ്ടെത്തില്ല. എന്തിനാ മർദ്ദനമേറ്റു എന്ന് പറഞ്ഞ മന്ത്രിയായിരുന്ന വീണ ജോർജിന്റെ മൊഴി പോലും എടുത്തില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ആക്രമിക്കപ്പെട്ട ആളുടെ മൊഴിയെടുത്തത്. ഈ രീതിയിലാണ് കേസ്. ഇതിനകത്ത് നിയമപരമായി കേസ് നിൽക്കില്ല എന്നറിയാം, പക്ഷെ രാഷ്ട്രീയമായി വേട്ടയാടുക, രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമായിട്ടാണ് അവർക്കെതിരെ വധശ്രമത്തിനെല്ലാം വകുപ്പ് ചുമത്തിയതും എല്ലാം. ഇപ്പം അത് എന്താണ് അറിയത്? സർക്കാർ മാറിയപ്പോൾ ഭരണമാറ്റം ഉണ്ടായപ്പോൾ കൃത്യമായി അതിലൊരു പരിശോധന നടത്തി. ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കള്ളം മൊത്തം പൊളിഞ്ഞു. ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഈ വകുപ്പുകളെല്ലാം മാറ്റി കുറ്റപത്രം കൊടുത്ത് പോലീസ് തടിയൂരുകയാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നടന്ന ഗൂഢാലോചന ഇപ്പൊ തന്നെ അങ്ങനെ ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. മറ്റു കേസുകളിലെല്ലാം ഉണ്ടായിരുന്നു. ആലപ്പുഴ രക്ഷാപ്രവർത്തനം നടന്നതുപോലെ അതിലുണ്ടായിരുന്ന പോലെ, കാഫിർ സ്ക്രീൻഷോട്ടിൽ പ്രത്യേക അന്വേഷണം വന്ന പോലെ ഈ കേസിലും ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. ഈ കേസിന്റെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം യൂത്ത് കോൺഗ്രസും KSUം അതുപോലെ തന്നെ ചില MLA-മാരും മുഖ്യമന്ത്രിയുടെ അടുത്തെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഇനി എന്ത് തീരുമാനമാണ് ഉണ്ടാകേണ്ടതെന്നാണ് അറിയേണ്ടത്. കാരണം ഒരു ജനാധിപത്യപരമായി ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയ ഒരു 21, 23 വയസ്സൊക്കെയുള്ള ചെറിയ കുട്ടികളെയാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരെയാണ് ഈ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമർത്തി ജയിലിലാക്കിയത്. അവരെ ഭാവി തന്നെ തകർക്കുക, ഇനി ആരും ഒരു പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങാതിരിക്കുക, ഇതിനൊക്കെയുള്ള വലിയ ഗൂഢാലോചനയാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമ വാർത്ത വന്ന പോലെ ഇതിന് പിന്നിൽ P. ശശിയാണെങ്കിൽ അതിലൊരു കൃത്യമായ അന്വേഷണം നടക്കണം, ഇത് പുറത്തു കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഒന്നും അടിച്ചമർത്താനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാജ നിർമ്മിതികളിലൂടെ ഒന്നിനെയും തകർക്കാൻ പറ്റില്ല എന്ന കാര്യം CPM മനസ്സിലാക്കും. അല്ല, ഇതിനകത്ത് മറ്റൊരു പേരും കൂടെ വരുമോ ഇല്ലയോ എന്ന് ജനം ഇങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാരുടെയും അല്ല, MR അജിത് കുമാറിന്റെ പേരാണ്. കാരണം എല്ലാത്തിന്റെയും കൂടെ അദ്ദേഹത്തിന്റെ പേരും ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പല കോണിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ലേ? അല്ല, അത് ഓരോ തവണ നമ്മൾ ആ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ സമയത്ത് എന്തായിരുന്നു, സൂപ്പർ DGP ആയിരുന്നു ADGP ആയിരുന്ന MR അജിത് കുമാർ. ക്രമസമാധാനത്തിന്റെ ചുമതലയുണ്ട്. കേരളത്തിന്റെ പോലീസിനെ മൊത്തം അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്നത്. കാരണം എന്താ, നമ്മൾ നോക്കൂ, ഒരു ADGP ഇവിടെ RSS നേതാക്കളെ ഊഴമിട്ട് പോയി കാണുകയാണ്. ഇവിടുത്തെ CPM-നോ ഭരണത്തിനോ സർക്കാർ സംവിധാനത്തിനോ യാതൊരു പരാതിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് അതിലൊരു പരാതിയില്ലായിരുന്നു. അത് പൂരം കലക്കലിൽ ADGP അജിത് കുമാറിന് പങ്കുണ്ടെന്നും അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI AK സെന്ററിൽ കയറി ഇറങ്ങി നടന്നത്. ഒരു നടപടി ഉണ്ടായില്ല. അവസാനം രക്ഷയില്ലാതായപ്പോൾ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്നൊന്നും മാറ്റി നിർത്തി. എന്ന് വെച്ചാൽ അവിടെ LDF തോറ്റ് BJPക്ക് ഒരു കേരളത്തിൽ ആദ്യമായിട്ട് ഒരു MP-യെ കിട്ടിയ സംഭവത്തിന് കാരണമായത് പോലും ഈ തൃശ്ശൂരിന്റെ പൂരക്കലക്കലായിരുന്നു. എന്നിട്ട് പോലും ഒരു നടപടി എടുത്തില്ല. അതിനുശേഷം വന്ന് ഒരു ഭരണപക്ഷത്തെ, അതായത് കടന്നൽ രാജ എന്ന് പറഞ്ഞ് CPM-ന്റെ സൈബർ സഖാക്കളുടെ വലിയ രാജാവായി നടന്ന PV അൻവറിനെ പോലെ ഭരണപക്ഷത്തിന്റെ ഒരു MLA ഈ MR അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒരു നടപടിയും ഉണ്ടായില്ല. എന്നിട്ട് എന്തായി, PV അൻവർ അവസാനം MLA സ്ഥാനം രാജിവെച്ച് LDF-ൽ നിന്ന് പുറത്തുപോയി. എന്ന് ഒരു MLA പോലും നഷ്ടമായിട്ട് പോലും പിണറായി വിജയൻ സംരക്ഷിച്ചിരുന്ന ആളാണ് MR അജിത് കുമാർ. അതുകൊണ്ട് ഇപ്പോഴത്തെ ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിലും അന്വേഷണ റിപ്പോർട്ട് അടക്കം തിരുത്തി പിണറായിയുടെ ഗൺമാൻമാരെ രക്ഷിച്ചതും ADGP അജിത് കുമാർ ആണെന്നാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എന്തെല്ലാം ക്രമവിരുദ്ധമായി ഇടപെടൽ നടത്തി എന്നുള്ളത് ഓരോ ദിവസവും
പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പി ശശി ഇടപെടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഇടപെട്ടതും അത് ചെയ്തതും ക്രമസമാധാനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അല്ലെങ്കിൽ പോലീസിൽ അത്ര വിശ്വസ്തനായിരുന്ന അജിത് കുമാർ ആയിരിക്കും. അജിത് കുമാറിന്റെ പേര് വരുന്നതും അതുകൊണ്ടാണ്. കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ പിണറായി ഭരണകാലത്ത് പിണറായിയുടെ വിശ്വസ്തൻ അല്ലെങ്കിൽ പിണറായി പറയുന്ന എന്തും ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച ആളാണ് അജിത് കുമാർ. അതുകൊണ്ട് ഈ കേസിലും അയാൾ ഇടപെട്ടിട്ടുണ്ടാവുമെന്ന് ആരെങ്കിലും സംശയം പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല.